നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രശില്പിയെ അനുസ്മരിച്ചും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും UAE പ്രവാസികളും സ്വദേശികൾക്കും ഒപ്പം ചേർന്നു. ഷെയ്ഖ് സായിദിന്റെ 16ാം ചരമദിനം ജനങ്ങൾക്ക് സാമൂഹിക സേവന ദിനം കൂടിയാണ്. റംസാൻ 19 UAEയിലുള്ളവർക്ക് മറക്കാനാകാത്ത ദിവസമാണ്. അതോടൊപ്പം തന്നെ ഐക്യ എമിറേറ്റുകളെ ഒരു മാരിവില്ലഴകു പോലെ ചേർത്തുവച്ച രാഷ്ട്രനായകന്റെ വേർപാട് സ്പന്ദിക്കുന്ന ദിനം കൂടിയാകുന്നു ഇത്. 4 പതിറ്റാണ്ട് സേവനപാതയിൽ ജ്വലിച്ചു നിന്ന സാമൂഹിക സേവന ദിനമായി ആചരിക്കപ്പെടുന്ന സവിശേഷ ദിനം. അതായത് 200-ലധികം ദേശക്കാരെ കുടുംബാംഗങ്ങളെ പോലെ കാണാൻ ഈ നാട്ടുകാർക്ക് പ്രചോദനമായ രാഷ്ട്രനായകൻ കൂടിയായിരുന്നു ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആൽ നഹ്യാൻ. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ നാട്ടിലുള്ള വിദേശികളെ ബുദ്ധിമുട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരോട് സ്വദേശികൾക്ക് ആദരവും പരിഗണനയുമാണ് വേണ്ടത്. ഈ പദവിയൊക്കെ വഹിക്കുന്നതിന് മുമ്പ് മറുനാട്ടിൽ എനിക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട്. വിദേശിക്ക് ലഭിക്കേണ്ട നല്ല വാക്കുകളുടെയും കരുതലിന്റെയും ആവശ്യകത അന്യനാട്ടിൽ നിന്ന് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടതാണ്. വാക്കിലും പ്രവൃത്തിയിലും പ്രവാസികളെ ഇപ്രകാരം ചേർത്ത് പിടിച്ചതോടൊപ്പം വിദേശികൾക്കും പ്രിയപ്പെട്ട നേതാവായി മാറി ഷെയ്ഖ് സായിദ്. അദ്ദേഹത്തിന്റെ വിയോഗം നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായതിനാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വദേശികൾക്കൊപ്പം വിദേശികളും ആ മഹാനുഭാവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പടച്ചവൻ പരശതം നേതാക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടാകും, പക്ഷേ ഷെയ്ഖ് സായിദിന്റെ സവിശേഷതകൾ ഒത്തുവന്ന നേതാക്കൾ ഉണ്ടായിട്ടില്ല. പരലോകത്തെ പുണ്യവാന്മാരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ആദരിക്കണമെന്നാണ് നന്മകളുടെ കതിരുകൾക്ക് കനം തൂങ്ങുന്ന ഈ ദിനരാത്രിയിലെ പ്രധാന പ്രാർത്ഥന. അവശരുടെ കൈപിടിച്ചും പാവങ്ങളെ സഹായിച്ചുമാണ് സായിദ് സ്മരണ സ്വദേശികൾക്ക് ഈ ദിനത്തിൽ ദീപ്തമാകുന്നത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.